വേഗമായി വളർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു സാമ്രാജ്യം ഉടലെടുത്തു തുടങ്ങുമ്പോൾ അവർ ദൈവജനത്തെ ആക്രമിക്കുന്ന രീതികൾ വളരെ ക്രൂരമായിരുന്നു. ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യം അവര് കീഴടക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങളോട് അവർ കാണിച്ചിരുന്ന ക്രൂരത വളരെ വലിയതായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കപ്പെടേണ്ടി വന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ പലതവണ ദൈവം അവരുടെ കയ്യിൽ കൊടുത്തു. അപ്പോ വളരെ മൃഗീയമായി പീഡിപ്പിച്ച് അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ 45-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് യഹോവയായ ദൈവം ഒരു ജാതികനായിരിക്കുന്ന ഒരു മനുഷ്യനെ നോക്കി. അവനൊരു യഹൂദനല്ല, അവനൊരു ജാതികനാണ്. അവന് ഉണ്ടാകുന്നതിന് മുൻപേ കണ്ടോ, ഇസ്രായേലിനെ കുറിച്ചുള്ള, ബാബേലിനെ കുറിച്ചുള്ള ഈ വെളിപ്പാട് ദൈവം കൊടുക്കുന്നത് കോരശ് ഉണ്ടായിക്കഴിഞ്ഞിട്ടല്ല. കോരശൊക്കെ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പേര് പറഞ്ഞു വിളിച്ചു പറയുകയാണ്, യഹോവ ഒരു ജാതികനായിരിക്കുന്ന കോരശിന്റെ വലങ്കരത്തിന് പിടിച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ് 45-2 മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ നോക്കൂ, ദൈവജനത്തെ വിടുവിക്കേണ്ടതിന്, ദൈവജനത്തിന് എങ്ങനെ ഒരു ഉദ്ധാരണം ഉണ്ടാകണം എന്നുള്ളതിന് ദൈവത്തിനൊരു ഭാവികാല, അല്ലെങ്കിൽ ദൈവത്തിന് മുൻകൂട്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അനുഭവിക്കപ്പെടുന്ന കഷ്ടതകൾക്ക്, ഞെരുക്കങ്ങൾ ഓർത്ത് നിരാശപ്പെടരുത്. അതൊക്കെ ദൈവത്തിന് മുൻകൂട്ടി ചില പ്ലാനുകളും പദ്ധതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. ഉടഞ്ഞു പോകാതെ, ഈ പ്രതികൂലത്തിലും നമ്മൾ ഉടഞ്ഞു പോകാതിരിക്കുന്നത് ആ ദൈവത്തിന് മുൻ നിർണയം നമ്മുടെ മുന്നിൽ കിടക്കുന്നത് കൊണ്ട്. അപ്പൊ ഇവിടെ 45-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക്, ആ പ്രവചനം നിവൃത്തിയാകുന്നത് ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിലാണ്. ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിലാണ് 45-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം നിവൃത്തിയാകുന്നത് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലാണ്. കണ്ടോ, 45-ാം അധ്യായം പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോ, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാദികളെ തകർത്ത് ഇരുമ്പോടാകലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്നെ അറിയാതിരിക്കേ. ഇത് പറഞ്ഞ് ഒരു വലിയ ദൂത് താഴോട്ട് കൊടുക്കുക. അപ്പൊ കോരശ് പറയണ, ഞാൻ നിനക്ക് ഒരു വഴി തുറന്നു തരും, ഞാൻ നിനക്ക് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധികൾ തുറന്നു തരും. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കോരശിന്റെ കാലത്ത് എല്ലാ രാജാക്കന്മാരും ആഗ്രഹിച്ചതുപോലെ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ ലീഡർ ആയിരുന്ന കോരശിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ബാബിലോൺ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. കാരണം അനേക സ്വർണ്ണ നിധികൾ ബാബേലിലുണ്ട്. എല്ലാ രാജ്യങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ സ്വർണ്ണ കൂട്ടം, വലിയ ഗുപ്ത നിധികൾ എവിടെയുണ്ട്? ബാബിലോണിലുണ്ട്. അപ്പൊ മേദ്യ പേർഷ്യ രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന കോരശിന് ഒരു ആഗ്രഹം, എങ്ങനെങ്കിലും ബാബിലോൺ പട്ടണം എനിക്ക് കീഴ്പ്പെടുത്തണം. പക്ഷെ സാധിക്കത്തില്ല. കാരണം ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും സൈനിക സുരക്ഷ കൂടുതൽ ഉണ്ടായിരുന്ന പട്ടണമായിരുന്നു ബാബേൽ പട്ടണം, ബാബേൽ നഗരം. ക്രിസ്തുവിന് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവനും നോഹയുടെ കൊച്ചുമകനുമായ നിമ്രോദിനാൽ സ്ഥാപിക്കപ്പെട്ട പട്ടണമാണ് ഈ ബാബേൽ നഗരം. ക്രിസ്തുവിനും 2000 വർഷങ്ങൾക്ക് മുൻപ് നോഹയുടെ കൊച്ചുമകനായ നിമ്രോദിനാൽ സ്ഥാപിക്കപ്പെട്ട പട്ടണമാണ് ബാബേൽ നഗരം. നിമ്രോദ് ഹാമിന്റെ സന്തതിയിൽപ്പെട്ടവനാണ്, നമുക്കറിയാം. ഇങ്ങനെ താഴോട്ട് വരുമ്പോ ഏകദേശം BC 747 നബോനാസർ എന്ന ഒരു രാജാവിനാൽ ബാബിലോൺ തലസ്ഥാന നഗരമായി പണിയപ്പെട്ടു. BC 747.
മുതൽ ബാബേൽ നഗരം വളരാൻ തുടങ്ങി. ആ പട്ടണത്തെ കുറിച്ച് വേദപഠിതാക്കൾ പറഞ്ഞിരിക്കുന്നത് വളരെ വിശാലമായ ചിന്തകളാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ മനോഹരമായിട്ടാണ് ബാബേൽ നഗരം പണിതിരുന്നത്. ഒരു വശം 15 മൈൽ അളവുള്ള ചതുരമായിട്ടാണ് ബാബേൽ നഗരം പണിതിരിക്കുന്നത്. ഒരു വശം 15 മൈൽ അളവുള്ള ചതുരമായിട്ടാണ് ബാബേൽ നഗരം പണിതിരിക്കുന്നത്. അതിന്റെ ചുറ്റളവ് ഏകദേശം 60 മൈൽ വരും. 87 അടി വീതിയുള്ളതും ചുടുകട്ടയാൽ നിർമ്മിച്ചതുമായ ഒരു വലിയ കോട്ട മതിൽ ഈ പട്ടണത്തിന് ചുറ്റുമുണ്ട്. 87 അടി വീതിയുള്ളതും ചുടുകട്ടയാൽ നിർമ്മിച്ചതുമായ ഒരു വലിയ കോട്ട ഇതിന് ചുറ്റുമുണ്ട്. ഇതിന് 350 അടി ഉയരമുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 350 അടി ഉയരമുള്ള 60 മൈൽ ചുറ്റളവുള്ള 87 അടി വീതിയുള്ള ഒരു വലിയ കോട്ട ഈ ബാബേൽ പട്ടണത്തിന് ചുറ്റുമുണ്ട്. ഈ മതിലിന് മുകളിൽ 250 ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. ഗോപുരങ്ങൾ, ആ ഗോപുരങ്ങളിൽ 24 മണിക്കൂറും കാവൽ കാത്തുകൊണ്ട് നിൽക്കുന്ന പടയാളികൾ, ആയുധം കൊണ്ട് നിൽക്കുന്ന, സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്ന, ഒരു പോള കണ്ണടയ്ക്കാതെ 24 മണിക്കൂറും അതീവ സെക്യൂരിറ്റിയിൽ നിർത്തിയിരിക്കുന്ന ഒരു വലിയ പട്ടണം. ഒരു വേദപഠിതാക്കൾ, ഒരു വേദശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്, ഒരേ സമയത്ത് ഈ കോട്ടയുടെ മുകളിൽ കൂടെ 6 രഥങ്ങൾ ഒരുമിച്ച് ഓടിക്കാൻ പറ്റുന്ന വീതി അതിനുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അതിന് ഉറപ്പ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിന് വീതി 6 രഥങ്ങൾ ഒരുമിച്ച് ഓടിക്കത്തക്ക രീതിയിലുള്ള വീതിയുള്ള ഒരു വലിയ കോട്ട അതിന് ചുറ്റുമുണ്ടായിരുന്നു. ഈ കോട്ടയ്ക്ക് വെളിയില് ഈ പട്ടണത്തെ ചുറ്റിക്കൊണ്ട് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം ഒരു വലിയ കിടങ്ങായി ഇതിന് ചുറ്റും ഒഴുക്കിയിരുന്നു. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളിലെ വെള്ളം, ആ വെള്ളം ഒരു കിടങ്ങായി ഈ കോട്ടയ്ക്ക് വെളിയിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഭാവനയിൽ ഒന്ന് കാണണം. 6 രഥങ്ങൾ ഓടത്തക്ക രീതിയിൽ ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വലിയ ഒരു കോട്ട. ആ കോട്ടയിൽ ഏകദേശം 250 ഗോപുരങ്ങൾ. ആ ഗോപുരങ്ങളിൽ 24 മണിക്കൂറും കാവൽ കാത്തുകൊണ്ട് നിൽക്കുന്ന സൈനികർ. ഇനി കോട്ടയ്ക്ക് വെളിയിലോ? കോട്ടയ്ക്ക് വെളിയിൽ നല്ല വീതിയിൽ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം കയറ്റി വിട്ടിരിക്കുന്ന വലിയ കിടങ്ങുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ദിവസം പാലക്കാട് ഒരു കോട്ടയുണ്ട്, ആ കോട്ട നിങ്ങളൊന്ന് പോയി കാണണം. ആ കോട്ടയ്ക്ക് വെളിയില് വലിയ കിടങ്ങ് കെട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശത്രു പെട്ടെന്ന് ആ കോട്ടയ്ക്കകത്തേക്ക് കയറരുത്. ആ വെള്ളത്തിൽ, ആ നദിയിൽ ചീങ്കണ്ണികളെ ബാബിലോൺ വളർത്തിയിരിക്കുക. അപ്പൊ സുരക്ഷ നോക്കിക്കോ. 6 രഥങ്ങൾ ഓടത്തക്ക രീതിയിലുള്ള വലിയ കോട്ട, 250 ഗോപുരങ്ങളുള്ള വലിയ കോട്ട. ആ കോട്ടകളിൽ 24 മണിക്കൂർ സൈനികർ ഇങ്ങനെ സസൂക്ഷ്മം പരിശോധിക്കുന്നു. ആ കോട്ടയ്ക്ക് വെളിയിലോ വലിയ കിടങ്ങെടുത്തിട്ട് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം കയറ്റി വിട്ടിരിക്കുന്നു. ആ വെള്ളത്തിലിറങ്ങി ആരും നീന്തി അക്കരെ കയറാതിരിക്കാൻ അതിനകത്ത് മുതലകളെ വളർത്തുന്നു. അതുകൂടാതെ ഇതിന് ഓരോ കോട്ടവാതിലുകളുണ്ട്. ആ കോട്ടവാതിലുകൾ 20 കുതിരകളെ വെച്ചാണ് അത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. അതിനെ കെട്ടി വലിപ്പിച്ച 20 കുതിരകളെ കൊണ്ട് കെട്ടി വലിച്ചാണ് അതിന്റെ കതകിന്റെ ഒരു പാളി അവരടയ്ക്കുന്നത്. അത്രയ്ക്ക് വലിയ വാതിലുകളുള്ള ഒരു ഒരു കോട്ടവാതിൽ. ആ കോട്ടവാതിൽക്കൽ വലിയ സൈനിക സുരക്ഷയുണ്ട്. അമ്പെയ്യാൻ കഴിയുന്നവർ, നല്ല വേഗത്തിൽ എറിയാൻ കഴിയുന്നവർ, കുന്തം പിടിച്ചു നിൽക്കുന്നവർ, വാളുവേണ്ടി നിൽക്കുന്നവർ സസൂക്ഷ്മം പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന കോട്ടവാതിൽ.
വൈകുന്നേരമാകുമ്പോൾ ഈ പാലങ്ങൾ എന്ന് വെച്ചാൽ ഈ കിടങ്ങിന് മുകളിൽ കൂടെ പാലം പണിതിട്ടുണ്ട്. കച്ചവടക്കാർക്ക് വരാനും പോകാനും ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും പാലം പണിതിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോൾ ആനകളെ കൊണ്ട് 7 ആനകളെ കൊണ്ട് ഈ പാലം വലിച്ചു പൊക്കി കെട്ടിവെക്കും. എന്ന് വെച്ചാൽ നിശ്ചിത സമയം കഴിഞ്ഞ് കോട്ടയ്ക്കകത്തേക്ക് കയറാനോ കോട്ടയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് പോകാനോ പറ്റത്തില്ല. വൈകുന്നേരമാകുമ്പോൾ കോട്ടവാതിൽ അടയ്ക്കും. ഇത് കോട്ടയുള്ള എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന സംഭവമാണ്. വൈകുന്നേരമാകുമ്പോൾ കോട്ടവാതിൽ അടയ്ക്കും. ഇത് പറയുമ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഓർമ്മ വരുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബ് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോ ലൂസ് എന്ന സ്ഥലത്തെത്തി, അല്ലേ? അവൻ വെളിമ്പ്രദേശത്ത് കിടന്നു ഉറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വെളിമ്പ്രദേശത്ത് കിടന്നു? ആ പട്ടണത്തിൽ അവന് ഇരുട്ടുന്നതിന് മുൻപേ കയറാൻ പറ്റിയില്ല. കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ അവൻ അവിടെ കിടന്ന് ഉറങ്ങേണ്ടി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന ഏത് സഞ്ചാരിയുടെയും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കോട്ട അടയ്ക്കും മുമ്പ് മുൻപിലുള്ള പട്ടണത്തിൽ എത്തുക എന്നുള്ളത്. ഇവിടെ യാക്കോബ് എത്തിയപ്പോൾ നേരെ വിരട്ടിപ്പോയി. അവൻ അതുകൊണ്ടാണ് വെളിമ്പ്രദേശത്ത് കിടന്ന് ഉറങ്ങേണ്ടി വന്നത്. എന്നതുപോലെ ഇവിടെ ബാബേൽ കോട്ട എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഇവരടയ്ക്കും. 7 ആനകളെ കൊണ്ട് വലിച്ചു പൊക്കി ആ കോട്ട അടച്ചുറപ്പ് വരുത്തും. പിന്നെ ആർക്കും അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ പിറ്റേന്ന് നേരം വെളുത്താൽ മാത്രമേ ആ വാതിൽ തുറന്ന് അകത്തേക്ക് പോകാനോ പുറത്തേക്ക് വരാനോ കഴിയത്തുള്ളൂ. അപ്പൊ ഇതാണ് ബാബിലോൺ നഗരത്തിലേക്ക് കയറുമ്പോൾ ഉള്ള അവസ്ഥ. സാധാരണക്കാർക്ക് ആർക്കും പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് സൈനികരെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പട്ടണമാണ് ബാബിലോൺ നഗരം. അവരങ്ങനെ വെക്കാൻ കാര്യമെന്ത്? ഒന്ന്, ബാബിലോൺ നഗരത്തിന്റെ കൊട്ടാരത്തിന്റെ ഒത്ത നടുക്ക് ഭൂമിക്കടിയിൽ വലിയ ഹോളിനകത്ത് ലോകത്ത് നിന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്ന സകല നിക്ഷേപങ്ങളും അവർ സൂക്ഷിച്ചിരിക്കുക. ആ സൂക്ഷിച്ചിരിക്കുന്നതിന് കാവൽ ഏർപ്പെടുത്തണം. ഇവരുടെ സാമ്രാജ്യം വളർത്താൻ കാവൽ ഏർപ്പെടുത്തണം. അപ്പൊ അതുകൊണ്ട് അതീവ സുരക്ഷ. നിങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും കയറി ചെല്ലുന്ന പോലെ ആ ക്ഷേത്രത്തിൽ കയറി ചെല്ലാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഒരു പ്രത്യേക നിധി അവിടെ ഉള്ളത് കൊണ്ട്, ഒരു അറകൾ അവിടെ ഉള്ളത് കൊണ്ട്, പ്രത്യേക സൈനിക സുരക്ഷ അവിടെ ഉണ്ട്. ഞാൻ തിരുവനന്തപുരംകാരനാ, എനിക്കതുകൊണ്ട് എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ കയറി ചെന്നാൽ പിറ്റേന്ന് വേണ്ട, അന്ന് വൈകുന്നേരത്തെ ചാനലുകളിൽ നിങ്ങളുടെ പടം വരും. കാരണം അവർ പിടിച്ച് അകത്തിടും. നമ്മളെ പിടിച്ച് തീവ്രവാദിയാക്കിയ വേണമെങ്കിൽ പ്രഖ്യാപിക്കും. അപ്പോ ഒരു ചെറിയ ക്ഷേത്രത്തിൽ ഈ നന്മ ഇരിക്കുമ്പോൾ ഇത്രയും സുരക്ഷ കൊടുക്കുന്നു എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചോ ബാബിലോണിൽ എത്ര അധികമായിരിക്കും. ഇങ്ങനെ സൈനിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തി ഒരീച്ച പോലും കയറാൻ പറ്റാത്ത രീതിയിൽ അവർ അടച്ചു ഉറപ്പുവരുത്തിയിരിക്കുമ്പോൾ കോരശനോട് പറയുകയാണ്, മോനെ കോരശെ, ഞാൻ നിനക്ക് ഈ വാതിൽ തുറന്നു തരാം. വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കും, എന്റെ ദൈവമേ, വേറെ ഏത് രാജ്യത്തിനും നീ എനിക്ക് തുറന്നതാ, പക്ഷെ ഇത് തുറന്നു തരാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇത് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഉറപ്പുവരുത്തിയിരിക്കുന്ന ഒരു പട്ടണമാണ്. സംഭവിച്ചു കേൾക്കണോ? ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ രാജാവ് അവിടെ മഹത്വക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്ന് കൊടുത്തു. ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായം. കാരണം ഇതാണ്, ബാബിലോൺ അതിന് തൊട്ടു മുമ്പ് ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് യെരൂശലേം ദേവാലയം തകർത്തു. അതിന് അടിസ്ഥാന കല്ല് വരെ ഇവർ തോണ്ടിയെടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ ഏതോം രാജ്യം നമുക്കറിയാമല്ലോ, ഏതോം ഈ ഇസ്രായേലിന് എതിര് സംസാരിക്കും. സ്വന്തം സഹോദരന കാര്യമൊക്കെ ശരിയാ, പക്ഷെ എതിരെ പറയത്തുള്ളൂ. അങ്ങനെ ഏതോം രാജാവ് ബാബിലോൺ രാജാവിന് പറഞ്ഞു, ഇവരാലയം പണിതിരിക്കുന്നതിന്റെ മതില് പണിതിരിക്കുന്നതിന് അടിയിൽ സ്വർണമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അവർ അടിസ്ഥാന കല്ല് വരെ മാന്തിയെടുത്തു. അങ്ങനെ ആലയത്തിലെ പൊൻവെള്ളിപ്പാത്രങ്ങളും
പണിതിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഇപ്പോൾ അവിടെ എത്തിയപ്പോ അവർ മഹത്തുക്കളിൽ 1000 പേർക്കൊരു വിരുന്നൊരുക്കി. അതാണ് നമ്മള് ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ വിരുന്നൊരുക്കിയതിന്റെ പ്രത്യേകത എന്താ? ഇവരെല്ലാം നല്ലവണ്ണം വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരുന്നു. അപ്പോ അതിന്റെ 44-ാം അധ്യായത്തിന്റെ 44-ാം അധ്യായത്തിന്റെ 27, 28 വാക്യങ്ങൾ 26 മുതൽ നമ്മളൊന്ന് വായിക്കണം. ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും. ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്ന് കൽപ്പിക്കുന്നു. അടുത്ത വാക്ക്, ഞാൻ ആഴയോട് ഉണങ്ങിപ്പോക, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. കോരശന്റെ ഇടയൻ അവന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുകയും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് 44-ാം അധ്യായം. അപ്പൊ ഇവര് ബാബേലിൽ ഒരു വലിയ വിരുന്ന് നടത്തി. രാജകൊട്ടാരത്തിലെ രാജാവ് മുതൽ മഹത്തുക്കളായിരിക്കുന്ന പ്രധാനികളായിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ വീഞ്ഞു കൊടുത്തു. ഒരു സെലിബ്രേഷൻ നടത്തി. പരിണിതഫലം എന്താ അറിയാമോ? വൈകുന്നേരം ഇവർ വീഞ്ഞു കുടിച്ചു മത്ത് പിടിച്ചിരുന്നത് കൊണ്ട് കോട്ടവാതിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? യെശയ്യാ പ്രവാചക പുസ്തകം 45-ാം അധ്യായത്തിൽ ദൈവം കോരശിനോട് പറഞ്ഞു, മോനെ, ഞാൻ നിനക്ക് വാതിൽ തുറന്നു തരും, ഞാൻ നിനക്ക് ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്ന ഗുപ്തനിധികൾ തുറന്നു തരും. ആ വാക്ക് ദൈവം മറന്നില്ല. ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വെച്ച് പഠിക്കുമ്പോ അന്ന് വിരുന്ന് നടന്നതിന്റെ അന്ന് വൈകുന്നേരം ബാബേൽ നഗരം വീഞ്ഞു കുടിച്ചു മത്ത് പിടിച്ചിരിക്കുന്ന കൂട്ടത്തിൽ അവർ കോട്ടവാതിൽ അടയ്ക്കാൻ മറന്നുപോയി. ഏതാ? 20 കുതിരകളെ വെച്ച് വലിച്ചടയ്ക്കുന്ന വാതിലുണ്ടല്ലോ, 7 ആനകളെ വലിച്ചു പൊക്കി വെക്കുന്ന പാലമുണ്ടല്ലോ, ഇവരിത് അടച്ചില്ല. വെളിയിൽ ഇരുട്ടത്ത് ആര് നിൽപ്പുണ്ടായിരുന്നു? കോരശും സൈന്യം ഒരുങ്ങി നിൽക്കുക. അവര് നോക്കിയപ്പോൾ ഇതാ വാതിൽ തുറന്നിരിക്കുന്നു. യഹോവയെ ദൈവം അവനെ വലങ്കരത്തിന് പിടിച്ചിട്ട്, മോനെ കോരശെ, നീ കയറി ബാബേലിനെ അടിക്കാൻ പറഞ്ഞു. ഇവന്മാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ല. കാരണം എന്താ? അതിന് തൊട്ടു മുമ്പ് കൊട്ടാരത്തിനകത്ത് യഹോവയുടെ കരം വെളിപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ അവന്റെ അരക്കച്ചകളെ അടിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ? അരക്ക് കെട്ടിയിരിക്കുന്ന അരക്കച്ച അടിക്കുന്നത് പോലെ ബാബിലോൺ രാജ്യത്തിന്റെ രാജാവിന്റെ ഏപ്പ് തമ്പരാൻ അടിച്ചു കളഞ്ഞു. കരം വെളിപ്പെട്ടു. മാർബിൾ പതിച്ചിരിക്കുന്ന, വെള്ള മാർബിൾ പതിച്ചിരിക്കുന്ന ആ വലിയ കൊട്ടാരത്തിന്റെ ആ ഭിത്തിയിൽ സകലത്തെയും ഉണ്ടാക്കിയവനായ പടച്ചവനായ തമ്പുരാന്റെ കരം വെളിപ്പെട്ടിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി കൂറവുള്ളവനായി കണ്ടു. ഞാൻ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുക്കുമെന്ന് കൊട്ടാരത്തിനകത്ത് ദാനിയേൽ വ്യാഖ്യാനിക്കുമ്പോൾ വെളിയിൽ, കോട്ടയ്ക്ക് വെളിയിൽ വാഗ്ദത്തമുള്ള കോരശ യുദ്ധം തുടങ്ങി. കണ്ടോ? അതുകൊണ്ട് ഇന്ന് പ്രിയമുള്ളവരോട് ഞാൻ പറയാം, നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം മറക്കത്തില്ല. സ്തോത്രം. വാതിലുകൾ അടച്ചവൻ വെച്ചോട്ടെ, എത്ര വലിയ സുരക്ഷവൻ വരുത്തിക്കോട്ടെ. ഇന്ന് കേട്ടില്ലേ, പത്രോസിനെ പിടിച്ച് ചങ്ങലക്കിട്ടു, അതീവ സുരക്ഷയുള്ള ചങ്ങലക്കിട്ടു. പക്ഷേ ദൂതൻ ഇറങ്ങിയപ്പോൾ, അറയിൽ വെളിച്ചം വീശിയപ്പോൾ കൈമേൽ ചങ്ങലകൾ അഴിയുക മാത്രമല്ല, എല്ലാ വാതിലും തുറന്നു വന്നു. അതുകൊണ്ട് ഇന്ന് വചനം പഠിക്കുന്ന അഭിഷക്തരോട്, അഭിഷക്തമാരോട്, അഭിഷക്ത ദൈവദാസനോട്, സാറിനോടൊക്കെ എനിക്ക് ധൈര്യത്തോടെ പറയാം, ശത്രുവിന്റെ ഒരു വാതിലും നിന്റെ വഴി തടയാൻ പറ്റത്തില്ല. അവൻ ഒരിക്കലും നിന്റെ മാർഗം തടസ്സം വയ്ക്കാൻ പറ്റത്തില്ല. എത്ര വലിയ സൈന്യ സുരക്ഷ ഒരുക്കിക്കോട്ടെ, എന്നാൽ വാഗ്ദത്തമുള്ളവന്റെ മുമ്പിൽ എല്ലാം തുറന്നു വരും. അതുകൊണ്ട് ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, കോരശിന് വേണ്ടി ആ വാതിൽ നീ തുറന്നു കൊടുത്തെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്കൊരു വാതിൽ തുറന്നു തരണം. പൗലോസ് പറഞ്ഞിട്ടില്ലേ, സഫലമായ ഒരു വാതിൽ എനിക്ക് തുറന്നു വെച്ചിരിക്കുന്നു. എതിരാളികളും ഉണ്ട്, എങ്കിലും ഒന്നെനിക്കറിയുന്നു, എന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്, വിളിയുണ്ട്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ഞാൻ അറിയുന്നു.
അപ്പൊ ഇവിടെ സംഭവിച്ചത് കണ്ടോ? ഇവര് വീഞ്ഞു കുടിച്ച് അടിച്ച് പിച്ചായി ഇവന്മാർ ഉറങ്ങിയില്ല. ഇവന്മാർ ഉറങ്ങിപ്പോയി. ഇവന്മാര് വീഞ്ഞു കുടിച്ച് ഉറങ്ങിപ്പോയ സമയത്ത് കോരശ് ചെയ്തത് നദിയെ വറ്റിച്ചു കളഞ്ഞു. വെള്ളം തിരിച്ചു വിടുന്ന ബണ്ട് അവരടച്ചു. ഒറ്റ രാത്രി കൊണ്ട് അവരടച്ചിട്ട് ഉണങ്ങിയ നിലത്തൂടെ അവര് ബാബേൽ പട്ടണത്തിനകത്തേക്ക് കയറി. അതുകൊണ്ടാണ് അവിടെ 5-ാം അധ്യായത്തിന്റെ ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം, ആ രാത്രിയിൽ തന്നെ കൽദേ രാജാവായ ബെൽസസർ കൊല്ലപ്പെട്ടു. ഇവിടെ ഞാൻ നിനക്ക് വേണ്ടി താമ്രവാതിലെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച്, അടുത്ത 5-ാമത്തെ വാക്യം, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കുന്നു എന്ന് കോരശിനോട് ദൂത് കൊടുത്ത് കോരശിനെ അര മുറുക്കി എഴുന്നേൽപ്പിക്കുമ്പോ കോട്ടയ്ക്കകത്ത് ചക്രവർത്തിയുടെ അര തമ്പലാൻ അഴിച്ചു. മനസ്സിലായോ? ഇന്ന് വൈകുന്നേര സമയത്ത് യഹോവ നമ്മുടെ വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ടോ? അവൻ നമ്മുടെ അര മുറുക്കിയിട്ടുണ്ടോ? അവൻ നമുക്ക് കാൽച്ചട്ട തന്നിട്ടുണ്ടോ? അവൻ നമുക്ക് ധൈര്യം തന്നിട്ടുണ്ടോ? ഉറപ്പ് തന്നിട്ടുണ്ടോ? ആ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ ആമയം പറഞ്ഞു കൊള്ളണം. അവൻ എത്ര വലിയ രാജാവായിരുന്നാലും നമ്മുടെ അര മുറുക്കുമ്പോ ശത്രുവിന്റെ അര തമ്പലാൻ അഴിക്കും. നമ്മളൊന്ന് എഴുന്നേറ്റാൽ തീങ്കൽ മെഴുകുരുകുന്നത് പോലെ. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ വായിക്കുന്നത്, ശത്രുവിനെ ആരും ഓടിക്കണ്ടെന്നേ, അവൻ തന്നെ ഓടിപ്പോയിക്കോളും. നമ്മളൊന്ന് ആത്മാവിൽ എഴുന്നേറ്റാൽ മതി. പൗലോസ് എന്താ ചെയ്തേ? അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഇല്ലേ? പൗലോസ് കിടന്ന് ബഹളം വെച്ചോ? ഇല്ല. കാരണം അവനറിയാം അവന്റെ വലങ്കരത്തിന് ദൈവം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കയ്യിൽ ഏത് സർപ്പം പറ്റിയാലും ഒന്നും ഫലിക്കത്തില്ലെന്ന് അവന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഇന്ന് വൈകുന്നേര സമയത്ത് ഈ യെശയ്യാ പ്രവാചന പുസ്തകം 45-ാം അധ്യായവും ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായവും നമുക്കൊരു ഉറപ്പ് തരുന്നുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ വിശ്വസ്തനായ ദൈവം. ആ രാത്രിയില് കോരശ് കയറി ബാബിലോണിനെ അടിച്ചു. മേദ്യ പേർഷ്യ രാജ്യം അവരൊരുമിച്ച് കയറി ബാബിലോണിനെ തകർത്തു. ഇരുട്ടിൽ മറഞ്ഞിരുന്ന ആ ഗുപ്തനിധിയെ അന്ന് ദൈവം കോരശിന് വേണ്ടി തുറന്നു കൊടുത്തു. അന്ന് രാത്രി ബാബിലോൺ തകർന്നു. തകർന്നതിന് ശേഷം മേദ്യ പേർഷ്യ രാജാക്കന്മാരായ മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം ഏറ്റെടുത്തു. നമ്മള് ഈ ഉള്ളടക്കം പഠിച്ചപ്പോ കോരശ് നിമിത്തമുള്ള ആശ്വാസം നമ്മൾ ഒരു വാക്ക് പഠിച്ചു, അല്ലേ? ഇവിടെ എപ്പോഴാണോ ബാബിലോൺ തകർന്നത് ആ നിമിഷം മുതൽ ഇസ്രായേൽ ജനത്തിന് ആശ്വാസം വരാൻ തുടങ്ങി. അവരോട് രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി മതില് പണിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് ഒരു വലിയ കൂട്ടം അന്ന് അവിടുന്ന് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. അപ്പൊ ചരിത്രം മനസ്സിലായോ? 45-ാം അധ്യായത്തിൽ പറഞ്ഞ ദൂത് നിവർത്തിയായത് എന്നാണ്? ദാനിയേൽ പ്രവചന പുസ്തകം 5-ാം അധ്യായം. ദാനിയേലിന്റെ കാലത്താണ് ആ ദൂത് നിവൃത്തിയായത്. ഇതേപോലെ തന്നെ പരമപ്രധാനമായ വേറൊരു അധ്യായമാണ് 53-ാം അധ്യായം. ക്രിസ്തുവിന്റെ മശിഹയുടെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് 53-ാം അധ്യായം. 52-ന്റെ അവസാന വാക്യം മുതലാണ് 13-ാമത്തെ വാക്യം മുതലാണ് എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനാകും. 14 അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമാകും. ഈ 52-ാം അധ്യായത്തിന്റെ 13 മുതൽ 53-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ പ്രാണരക്ഷിതാവായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മശിഹയുടെ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എന്റെ സുഹൃത്തിന് വീട്ടിൽ പോയപ്പോ അവിടെ ജോസിഫസിന്റെ പുസ്തകം ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാനത് വായിച്ചപ്പോ ഞാൻ അവിടെ നിന്ന് എന്റെ കണ്ണ് നിറഞ്ഞുപോയി.
യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലോകം കണ്ടതിൽ വെച്ച്, അല്ലെങ്കിൽ റോമ സാമ്രാജ്യം കണ്ടതിൽ വെച്ച്, ഇസ്രായേൽ കണ്ടതിൽ വെച്ച്, യഹൂദന്മാര് കണ്ടതിൽ വെച്ച് ഏറ്റവും മൃഗീയമായ തകർച്ച നേരിട്ട ഒരാളാണ് യേശു ക്രിസ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ക്രൂശിൽ കിടക്കുന്നത് കണ്ടാൽ അതൊരു മനുഷ്യനാണെന്ന് തോന്നാത്ത രീതിയിൽ വിരൂപമാക്കപ്പെട്ട ഒരു രൂപം. മാംസമൊക്കെ വിൽക്കുന്ന കടയിൽ ഒരു കൊളുത്തിൽ തൂങ്ങിയിട്ടിരിക്കുന്ന ഒരു മൃഗത്തിന്റെ ഒരു കാലിന്റെ തുടയ്ക്ക്, അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ഒരു മാംസ കഷ്ണത്തിന് പിന്നെയും ഒരു രൂപമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പച്ച പൈൻമരത്തിന്റെ ആ കമ്പിൽ 3 ആണിമേൽ കിടക്കുന്ന ഒരു രൂപം, വളരെ വിരൂപമാക്കപ്പെട്ട ഒരു 33.5 വയസ്സുകാരൻ രൂപത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. വലിയ മുള്ളുകൊണ്ടുള്ള കിരീടം ഉണ്ടാക്കി അവന്റെ തലയിൽ വെച്ച് അടിച്ചതുകൊണ്ട് അവന്റെ തലയോട്ടി തകർന്ന് മുള്ളുകൾ അകത്തേക്ക് ഇറങ്ങി. നമ്മുടെ നാട്ടിലുള്ള കട്ടാരമുള്ളിനേക്കാൾ അതീവ വേദനയുള്ള മുള്ള്. നമ്മുടെ യൂട്യൂബില് ഇസ്രായേൽ യാത്ര നടത്തിയ ഒരു അഭിഷക്തൻ പറഞ്ഞൊരു വാക്കുണ്ട്. അവർ ഇസ്രായേലിൽ യാത്ര ചെയ്തപ്പോൾ ഈ മുള്ള് നിൽക്കുന്ന കണ്ടു. അവരുടെ ഗൈഡ് പറഞ്ഞു, മുൾക്കിരീടം, യേശുവിന്റെ കാലത്ത് മുൾക്കിരീടം ഉണ്ടാക്കിയിരുന്ന മുള്ളാണിത്. അവർക്ക് ഓടിക്കാൻ അനുവാദമില്ല. എങ്കിലും ഈ മലയാളി ആയതുകൊണ്ട് ഈ ദൈവദാസൻ ആരും കണ്ണിൽപ്പെടാതെ അതിലൊരു മുള്ള ഒടിച്ചു കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. അദ്ദേഹം അത് ഓടിച്ച വഴിക്ക് അബദ്ധത്തിൽ അതിന്റെ ഒരു മുള്ള് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ചെറുവിരലിൽ കൊണ്ടു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ദിവസങ്ങൾ കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടും എന്റെ വിരലിന്റെ അറിയില്ല, കട്ട് കഴയ്ക്കുന്ന വേദന, ഒന്നും ചെയ്യാൻ പറ്റാത്ത അസഹ്യമായ വേദന. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നുള്ള പെയിൻ കില്ലർ കഴിച്ചിട്ട് പോലും ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, 10-40 മുള്ളുകൾ ഒരുമിച്ച് തലയിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദന നമ്മൾ ഊഹിക്കേണ്ടത് ആവശ്യമാണ്. തീർന്നില്ല, അതിന്റെ ഒരു മുള്ള് അവന്റെ കൃഷ്ണമണി തകർത്തുകൊണ്ട് ഒരു കണ്ണിനെ വെളിയിലേക്ക് തള്ളി വെച്ചിരിക്കുന്നു. കണ്ണ് കുഴിക്കകത്ത് നീ വെളി വന്നുപോയി, അടിച്ചിറക്കിയ വഴിക്ക് അവന്റെ തലയോട്ടി തകർത്തി മുള്ളുകൾ ഇറക്കി വെച്ചിരിക്കുന്നു. ഇനി വചനം എഴുതിയിരിക്കുന്നു, ഉഴവ് ചാല് കീറിയിരിക്കുന്ന പോലെ, പാടത്തൊഴുവ് ചാല് കീറിയിരിക്കുന്നത് പോലെ എന്റെ പ്രാണപ്രിയന്റെ മുതുക് അവരടിച്ച് കീറിക്കളഞ്ഞു. അടികൊള്ളാത്ത ഒരു ഭാഗം ആ ശരീരത്തില്ല. കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന ഒരു സുന്ദര ചെറുപ്പക്കാരൻ, അവൻ രക്തത്തിൽ കുളിച്ച് ശരീരം മുഴുവൻ അടിച്ചു വാരി തകർത്തു വാരിയിട്ടിരിക്കുന്ന അവസ്ഥ ഒന്ന് കണ്ടു നോക്കിക്കേ ഭാവനയിൽ. നിങ്ങൾ ചിലരെങ്കിലും പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ആ മൂവി കണ്ടിട്ടുണ്ടായിരിക്കാം. താൻ അന്ന് അനുഭവിച്ച വേദനയുടെ 1/10 പോലും അതിനകത്ത് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അതിന്റെ സംവിധായകൻ പറയുന്നുണ്ട്. യേശു ക്രിസ്തു അന്ന് സഹിച്ചതിന്റെ 1/10 പോലും അവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അവനെ അടിച്ചു തകർത്തു, രക്തധമനികൾ ഉടഞ്ഞു, ശരീരം മുഴുവൻ അടിച്ചു തകർത്തു. ചാട്ടവാറുകൾ, നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ള, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, വിവരിക്കുന്നില്ല. ഈയക്കട്ടകളും ചൂണ്ടകളും കൊളുത്തുകളും ആണികളും ഒക്കെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന ചാട്ടവാറു കൊണ്ട് അടിച്ച് ഓരോ അടിയേൽക്കുമ്പോഴും മാംസം പറിഞ്ഞുപോയി തകർന്നു കിടക്കുന്ന യേശുവിന്റെ ശരീരം. അതിനെ ആണികൾ തൂക്കിയിരിക്കുമ്പോൾ ശ്വാസം കിട്ടാത്തത് കൊണ്ട് കറുത്ത് കരിവാളിച്ച് ആ തേജസ് മുഴുവൻ മാറിയിരിക്കുന്ന, മുഖം വീണിയിരിക്കുന്ന ഒരു രൂപം. ആ രൂപത്തെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, കണ്ടാൽ, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ തകർക്കപ്പെട്ടു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മൾ ചിന്തിച്ചു കൂട്ടിയതിന് അവന്റെ തല തകർക്കപ്പെട്ടു. നമ്മൾ കണ്ണുകൊണ്ട് കാണിച്ചു കൂട്ടിയതിന് അവന്റെ കണ്ണുടയപ്പെട്ടു. നമ്മുടെ കൈ കൊണ്ട് സംഭവിച്ച പോലെ തെറ്റുകൾക്ക് അവന്റെ കൈകൾ തകർക്കപ്പെട്ടു. നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോലെ ഹൃദയം തുളയ്ക്കപ്പെട്ടു, കാലുകൾ തുളയ്ക്കപ്പെട്ടു,
ശരീരം മുഴുവൻ അടികൊണ്ട് മുറിഞ്ഞു തകർന്നു. മുറിഞ്ഞു എന്ന് പറയാൻ പാടില്ല, തകർന്നു പോയി. ക്രൂശിൽ ആ ആണിമേൽ തൂങ്ങി കിടക്കുമ്പോൾ ശ്വാസം കറക്റ്റ് കിട്ടത്തില്ല, ശ്വാസം വലിച്ചെടുക്കാൻ പറ്റത്തില്ല. തൂങ്ങിക്കിടക്കുന്നുണ്ട്, വലിഞ്ഞിടക്കുന്നുണ്ട്, പറ്റത്തില്ല. കാലിൽ കുത്തി പൊങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ? കാലിൽ ആണി അടിച്ചിരിക്കുക, കാലിൽ പൊങ്ങാൻ പറ്റത്തില്ല. ശ്വാസം വലിഞ്ഞു കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ആത്മഹത്യ ചെയ്തിരിക്കുക തൂങ്ങി മരിച്ചിരിക്കുന്നവരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വല്ലാത്ത രൂപത്തിലായി പോകാൻ, നിറം മാറിപ്പോകാൻ, എത്ര വെളുത്തവരുടെ ആയാലും മുഖത്തിനൊരു മാറ്റമുണ്ടാകും. അങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന, രോമം വലിച്ചു പിഴുത് തകർത്തിട്ടിരിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനെ നമുക്ക് 53-ാം അധ്യായത്തിൽ കാണാം. അവൻ അതൊക്കെ സഹിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് പിതാവ് അവനെ കൊണ്ടുവന്ന് മാനിപ്പാനിടയായി. അപ്പൊ യേശു ക്രിസ്തുവിന്റെ തകർച്ചകളെ കുറിച്ചും യേശു ക്രിസ്തു അനുഭവിച്ച വേദനകളെ കുറിച്ചും മശിഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് 53-ാം അധ്യായം. അതിന്റെ 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചില്ല. അടുത്ത വാക്ക്. എന്നാൽ അവൻ നമ്മുടെ അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ അടിച്ചും ദണ്ഡിപ്പിച്ചു നിൽക്കുന്നു എന്ന് വിചാരിച്ചു. പ്രിയരെ, നമുക്ക് വേണ്ടി 33.5 വയസ്സുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ തകർക്കപ്പെട്ടത് നമുക്ക് യെശയ്യാ പ്രവാചകൻ 45-ാം അധ്യായത്തിൽ കാണും. ഇത്രയൊക്കെ അടിച്ചിട്ടും അതിന് 7-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചോ? തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നു. രോമം കത്രിക്കുന്ന മുമ്പിൽ ആട് മിണ്ടാതിരിക്കുന്ന പോലെ അവൻ ഉരിയാടാതെ ഇരുന്നു. അതിന്റെ അങ്ങനെ കൊടുത്തത് കൊണ്ട് എന്താ സംഭവിച്ചത്? 12-ാമത്തെ. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. അങ്ങനെ തകർന്നത് കൊണ്ട് യേശുവിന് അടക്കം ലഭിച്ചത് നല്ല വിലയേറിയ കല്ലറയ്ക്കകത്ത് അടക്കം കിട്ടി. യേശുവിന്റെ രഹസ്യ ശിഷ്യനായിരിക്കുന്ന ജോസഫിന്റെ കല്ലിൽ കൊത്തിയെടുത്ത ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിൽ രാജകീയ അടക്കം അവന് കിട്ടി. അവന്റെ ഉയർപ്പ് മഹാന്മാരോട് കൂടെയായിരുന്നു. ഒത്തിരി തകർക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു വലിയ ഉയർച്ച ദൈവം നമുക്ക് തരുന്നുണ്ട്. ക്ലാസ്സിന് കൂടെ നിങ്ങളോട് ദൂത് കൂടെ ഞാൻ പറഞ്ഞു പോകാം. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശുശ്രൂഷയിലോ നിങ്ങളുടെ കുടുംബജീവിതത്തിലോ നിങ്ങളുടെ ഭവനങ്ങളിലോ നിങ്ങളുടെ ദേശത്തോ നിങ്ങൾ തകർക്കപ്പെടുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ ഉടയപ്പെടുന്നെങ്കിൽ, ഞാൻ തകർക്കപ്പെടുന്നെങ്കിൽ എനിക്ക് ഉടഞ്ഞ ഒരു കർത്താവിന്റെ മുൻപിലുണ്ട്. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ തേജസ്കരിക്കപ്പെട്ടവനായി ഉയർത്തു വന്നതുപോലെ അവൻ എന്നെ കൊണ്ടുവരും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കും. കുത്തുവാക്ക് കേൾക്കുമ്പോൾ ഓർക്കണം, എന്റെ യേശുവും ഒത്തിരി കുത്തുവാക്കുകൾ കേട്ടു. സുവിശേഷവേദ നിമിത്തം ആരെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പുമ്പോൾ ഓർക്കണം, എന്റെ കർത്താവും ഇതൊക്കെ സഹിച്ചതാണ്. അവിടെയൊക്കെ അവൻ തന്നെത്താൻ താഴ്ത്തി. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ദൈവദാസനെ, ഞങ്ങൾ ഒരു സംഘടന രൂപീകരിക്കുന്നു. എന്തിനാ? നമ്മളെ ആരെങ്കിലും തെരുവിൽ വെച്ച് പീഡിപ്പിച്ചാൽ പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സംഘടന രൂപീകരിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവദാസനെ, സംഘടന രൂപീകരിക്കണമെങ്കിൽ പൗലോസ് സംഘടന രൂപീകരിക്കണമായിരുന്നു, അല്ലേ? പോയി പ്രസംഗിക്കുന്നിടത്തെല്ലാം പുള്ളിക്ക് അടിയാ കിട്ടിയിട്ടുള്ളത്. എവിടുന്ന് ചൂടുവെള്ളം കിട്ടിയിട്ടില്ല, അവിടുന്ന് എല്ലാം അടിയാ കിട്ടിയിട്ടുള്ളത്, കല്ലേറാ കിട്ടിയിട്ടുള്ളത്. പത്രോസിനും അതൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളത്. അവരൊന്ന് സംഘടന തുടങ്ങാൻ പോയില്ല. അതൊക്കെ ക്രിസ്തുവിന്റെ നാമനിമിത്തം അവർ താഴ്ത്തി ഏൽപ്പിച്ചത് കൊണ്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവർ പേരും എഴുതപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തകർക്കപ്പെടുന്നെങ്കിൽ, ഉടയപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, മഹാന്മാരോടൊപ്പം നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മറന്നു പോകരുത് കേട്ടോ. ഉടയപ്പെട്ടവർക്ക്, തകർന്നവർക്ക് ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ, തോറ്റവരെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിരാശപ്പെടരുത്. യെശയ്യാ പ്രവാചന പുസ്തകം നമ്മളെ ഇന്ന് 53-ാം അധ്യായം പഠിപ്പിക്കുന്നത് തകർച്ചയോടെ തുടങ്ങിയെങ്കിൽ അവസാനിക്കുന്നത് വളരെ അനുഗ്രഹത്തോടെ മഹാന്മാരോടുകൂടെ ഓഹരി വിഭാഗിക്കുന്ന മേഖലയിൽ
അവിടെ അവസാനിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് നമുക്ക് വളരെ ചുരുക്കമായി യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ രണ്ടാമനായിരിക്കുന്ന യിരെമ്യാ പ്രവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. ഓക്കെ, ആയിരത്തി 364 വാക്യങ്ങളുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന പുസ്തകമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. 1364 വാക്യങ്ങൾ. ഇതിന്റെ ഈ പുസ്തകത്തെ 4 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. യിരെമ്യാ പ്രവാചന പുസ്തകത്തെ പ്രധാനമായിട്ട് 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ 1-ാം അധ്യായത്തിന് 1 മുതൽ 19 വരെ യിരെമ്യാവിന്റെ വിളിയാണ്. യിരെമ്യാ പ്രവാചകന്റെ വിളി. 1 മുതൽ 19 വരെ യിരെമ്യാ പ്രവാചകന്റെ വിളി. 2-ാം അധ്യായം മുതൽ 45-ാം അധ്യായം വരെ യഹൂദ ജനത്തോടുള്ള പ്രവചനം. 2 മുതൽ 45 വരെ യഹൂദ ജനത്തോടുള്ള പ്രവചനം. 46 മുതൽ 51 വരെ പുറം ജാതികളോടുള്ള പ്രവചനം. പുറം ജാതികളോടുള്ള പ്രവചനം. 52-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ നാശവും ബാബിലോണിലെ പ്രവാസം. ഇസ്രായേലിന്റെ നാശവും ബാബിലോണിലെ പ്രവാസം. ഒന്നുകൂടെ പറയാം, പ്രവചന ഗ്രന്ഥമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തെ 4 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 1-ാം അധ്യായത്തിൽ യിരെമ്യാവിന്റെ വിളിയാണ്. ആ വിളിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 2-ാമത് നമ്മൾ പഠിക്കുന്നത് 2-ാം അധ്യായം മുതൽ 45 വരെ യഹൂദ ജനത്തോടുള്ള പ്രവചനം. യഹൂദന്മാരോട് മാത്രമുള്ള പ്രവചനമാണ് നമുക്കവിടെ കാണാൻ കഴിയും. ഇനി 46 മുതൽ 51 വരെ പുറം ജാതികളോടുള്ള പ്രവചനം. 52-ാം അധ്യായം ഇസ്രായേലിന്റെ നാശവും ബാബിലോണിലെ പ്രവാസവുമാണ് അതിനകത്തുള്ള വിഷയം. ഇതിന്റെ എഴുതിയ കാലം നമുക്കതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. എഴുതിയ കാലം. കൃത്യമായ ഒരു കാലയളവ് നമുക്ക് ഈ യിരെമ്യാ പ്രവാചകനെ കുറിച്ച് പറയാൻ കഴിയുന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവചന ശൈലി കൊണ്ടും ഏകദേശ ഊഹക്കണക്കുകളാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏകദേശം BC 627 യിരെമ്യാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഏകദേശം BC 627 യോശിയാവിന്റെ 13-ാം ആണ്ടിൽ, യോശിയാവ് എന്ന് പറയുന്ന രാജാവിന്റെ 13-ാം ആണ്ടിൽ ഏകദേശം BC 627 യിരെമ്യാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇത് സിദക്കിയാവിന്റെ 11-ാം ആണ്ട് വരെ നീണ്ടുനിന്ന സുദീർഘമായ ശുശ്രൂഷ കാലഘട്ടമായിരുന്നു. ഇത് സിദക്കിയാവിന്റെ 11-ാം ആണ്ട് വരെ നീണ്ടുനിന്ന സുദീർഘമായ ഒരു ശുശ്രൂഷ കാലയളവായിരുന്നു. യഹൂദന്മാർ ബാബേലിലേക്ക് നാടുകടത്തപ്പെടുകയും യെരൂശലേം അധപ്പതിക്കുകയും ചെയ്തത് ഈ യിരെമ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്.
യഹൂദന്മാർ ബാബേലിലേക്ക് നാട് കടത്തപ്പെടുകയും യെരൂശലേം അധപ്പതിക്കുകയും ചെയ്തത് യിരെമ്യാവിന്റെ കാലഘട്ടത്തിലാണ്. ആ സംഭവം നടക്കുന്നത് ഏകദേശം BC 586 യഹൂദന്മാർ ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് പോകുന്നത്. അത് ഏകദേശം BC 586. യെരൂശലേമിന്റെ അധപ്പതനത്തിന് ശേഷം യിരെമ്യാവ് ഗവർണറായ ഗദല്യാവിന്റെ സംരക്ഷണയിലാണ് ജീവിച്ചത്. യെരൂശലേമിന്റെ അധപ്പതനത്തിന് ശേഷം യിരെമ്യാവ് ഗവർണറായ ഗദല്യാവ് പേര് തെറ്റരുത്, ഗദല്യാവ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നയാ. ഗദല്യാവിന്റെ സംരക്ഷണത്തിലാണ് ജീവിച്ചത്. ഗദല്യാവിന്റെ മരണശേഷം യിരെമ്യാ പ്രവാചകൻ ചില യഹൂദന്മാരോടുകൂടെ മിസ്രൈമിലേക്ക് താമസം മാറി. ഏകദേശം BC 582 അവസാന സമയങ്ങളിലും താൻ ശുശ്രൂഷയിൽ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം BC 582 കാലഘട്ടങ്ങളിലും യിരെമ്യാ പ്രവാചകൻ ശുശ്രൂഷയിൽ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ എഴുതിയ കാലഘട്ടം ഏതാണ്? ഏകദേശം BC 627. അപ്പോ നമ്മുടെ എക്സാമിന് ചോദ്യം വരുമ്പോൾ ഏപ്പാട്ട് ചോദ്യം വരും, യിരെമ്യാവിന്റെ കാലം, അല്ലെങ്കിൽ യിരെമ്യാ പ്രവാചക പുസ്തകം എഴുതിയ കാലഘട്ടം ഏതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടുന്നത് ഏകദേശം BC 627. 2 മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ, 5 മാർക്കുള്ള ചോദ്യമാണെങ്കിൽ അങ്ങനെ എഴുതുക, അല്ല 2 മാർക്കുള്ള ചോദ്യമാണെങ്കിൽ ഇങ്ങനെ എഴുതുക. ഇനി 5 മാർക്കോ 7 മാർക്കിന്റെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് എഴുതേണ്ടി വരും. ഏതാണ്? യിരെമ്യാവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഏകദേശം BC 627 യോശിയാവിന്റെ കാലത്ത് 13-ാം ആണ്ടിലാണ്. സിദെക്കീയാവിന്റെ 11-ാം ആണ്ട് വരെ സുദീർഘമായ ശുശ്രൂഷ താൻ ചെയ്തു. യഹൂദന്മാർ ബാബേലിലേക്ക് നാട് കടത്തപ്പെടുകയും പിന്നെ യെരൂശലേം അധപ്പതിക്കുകയും ചെയ്തിരുന്നത് തന്റെ കാലത്തായിരുന്നു. ഏകദേശം BC 586 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം. ഓക്കെ, കരയുന്ന പ്രവാചകൻ എന്നുള്ള ഓമന പേരിനാൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് യിരെമ്യാ പ്രവാചകൻ. നമുക്കാർക്കും ആ പേര് ഇഷ്ടമല്ല, അല്ലേ? കരയുന്ന പ്രവാചകൻ എന്ന്. എന്നാൽ ഇവിടെ യിരെമ്യാ പ്രവാചകനെ അറിഞ്ഞിരുന്നത്, പേരിന്റെ അർത്ഥം അതല്ല, ആ പേരിന്റെ അർത്ഥം നമ്മൾ പിന്നീട് ചിന്തിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകനെ അറിഞ്ഞിരുന്നത് എങ്ങനെയാണ്? കരയുന്ന പ്രവാചകൻ. ഏത് പ്രവചനം പറയുമ്പോഴും, ഏത് ഇസ്രായേലിനെ കുറിച്ചോ യഹൂദന്മാരെ കുറിച്ചോ ദൂതുകൾ കൈമാറുമ്പോൾ ആ ദൂതിന്റെ ആദ്യവും അവസാനവും പ്രവാചകനായ യിരെമ്യാവിന്റെ കരച്ചിൽ നമുക്ക് കാണാം. അതുകൊണ്ടാണ് വേദപണ്ഡിതர்கள் അദ്ദേഹത്തെ കരയുന്ന പ്രവാചകൻ എന്ന് വിളിച്ചിരിക്കുന്നത്. കരയുന്ന പ്രവാചകൻ. ഈ സ്വഭാവം കൊണ്ട് ഏകാന്തത അനുഭവിച്ചിരുന്നതും തൊട്ടാവാടിയായ മനുഷ്യനായിരുന്നു യിരെമ്യാവ്. ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്ന, ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനായിരുന്നു യിരെമ്യാവ്. ഏകാന്തതയിലായിരുന്നു, കൂടുതൽ സമയം ഏകാന്തതയിലായിരുന്നു. രണ്ടാമത് അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം ആരായിരുന്നു? തൊട്ടാവാടിയായിരുന്നു. നിങ്ങൾ തൊട്ടാവാടി കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താ പ്രത്യേകത? ചെറുതായിട്ട് തൊട്ടാൽ മതി, ഉടനെ ഇലയൊക്കെ കൂപ്പി, കൈയൊക്കെ കൂപ്പി വാടി തളർന്ന് ഒറ്റ പോക്ക. ഏതെങ്കിലും ഒരു വ്യക്തി യിരെമ്യാവിനോട് എതിര് സംസാരിച്ചാൽ ആദ്യം യിരെമ്യാവ് തുടങ്ങുന്ന കരച്ചില.
സ്വഭാവം അങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും തന്റെ ശുശ്രൂഷ അതീവ ഗൗരവമുള്ളതും ശക്തിയുള്ളതുമായിരുന്നു. ബാബിലോൺ, മിസ്രൈം, അസീരിയ എന്നീ രാജ്യങ്ങളോടുള്ള ഇസ്രായേലിന്റെ സംഘർഷങ്ങളെ കുറിച്ചും യോശിയാവിന്റെ കാലത്തെ യഹൂദയിലെ അവസാന ആത്മീയ ഉണർവിന് ശേഷമുള്ള ഇസ്രായേലിന്റെ അതീവ ആത്മീയ തകർച്ചയെക്കുറിച്ചും അധപതനത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായി പ്രവചിച്ചിരുന്ന പ്രവാചകനായിരുന്നു ആര്? യിരെമ്യാ പ്രവാചകൻ. ബാബിലോൺ, മിസ്രൈം, അസീരിയ എന്നീ രാജ്യങ്ങളിലുള്ള തർക്കങ്ങൾ, സംഘർഷങ്ങളെ കുറിച്ചും അതിനുശേഷം യോശിയാവിന്റെ കാലത്ത് യഹൂദയിലെ ആത്മീക ഉണർവിന് ശേഷമുള്ള ഇസ്രായേലിന്റെ ആത്മീക തകർച്ചയെക്കുറിച്ചും, അപ്പൊ ഉണർവിനെ കുറിച്ചും തകർച്ചയെക്കുറിച്ചും ഒക്കെ കൃത്യമായി ആലോചന പറയുകയും അതിലൊക്കെ തന്റെ സാന്നിധ്യം കൊണ്ട്, ശുശ്രൂഷ കൊണ്ട് താൻ തെളിയിച്ച ഒരു മനുഷ്യനായിരുന്നു യിരെമ്യാ പ്രവാചകൻ. കരയുന്ന പ്രവാചകനായിരുന്നു, തൊട്ടാവാടിയായിരുന്നു. പക്ഷേ തന്റെ ശുശ്രൂഷയിൽ താൻ തൊട്ടാവാടി ആയിരുന്നില്ല. നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ എന്താകരുത്? തൊട്ടാവാടി ആകരുത്. നമ്മുടെ ശുശ്രൂഷയിൽ തൊട്ടാവാടി ആകരുത്. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുക, ഗ്രന്ഥകർത്തൃത്വം. ഗ്രന്ഥകർത്തൃത്വം. ഈ യിരെമ്യാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവ ചുഴറ്റി എറിയുന്നു അല്ലെങ്കിൽ എറിയുന്നു എന്നാണ്. ഈ പേരിന്, യിരെമ്യാവ് എന്ന പേരിന് പല അർത്ഥങ്ങളുണ്ട്. അതിന്റെ ഒരർത്ഥം യഹോവയാൽ ചുഴറ്റി എറിയുന്നു അല്ലെങ്കിൽ എറിയുന്നു എന്നാണ് ഒരർത്ഥം. രണ്ട്, അടിസ്ഥാനമിടുന്നതിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ യഹോവ സ്ഥാപിക്കുന്നു, യഹോവ നിയമിക്കുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇനി വേറൊരർത്ഥം, യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ. യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ. അപ്പൊ ഈ പേരിന്റെ, യിരെമ്യാവ് എന്ന പേരിന്റെ അർത്ഥം കണ്ടോ? ഒരർത്ഥം യഹോവ ചുഴറ്റി എറിയുന്നു അല്ലെങ്കിൽ എറിയുന്നു എന്നാണ്. വേറൊരർത്ഥം അടിസ്ഥാനം ഇടുന്ന സംബന്ധിച്ചാണെങ്കിൽ യിരെമ്യാവിന്റെ പേരിന്റെ അർത്ഥം വരുന്നത് യഹോവ സ്ഥാപിക്കുന്നു എന്നാണ്. വേറൊരർത്ഥം പറഞ്ഞത് യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ എന്നും അർത്ഥമുണ്ട്. അപ്പൊ 3 അർത്ഥമുണ്ട് യിരെമ്യാവ് എന്ന പേരിന്. അപ്പോ ഏകദേശം BC 627 എഴുതപ്പെട്ട കരയുന്ന പ്രവാചകന നോമന പേരുള്ള തൊട്ടാവാടിയായ ഒരു മനുഷ്യനാൽ, പിന്നെ യഹോവയാൽ ഉയർത്തപ്പെട്ടവനെന്നോ, അടിസ്ഥാനപ്പെടുന്നതിനെ പറ്റിയാണെങ്കിൽ യഹോവ സ്ഥാപിക്കുന്നു എന്നോ, യഹോവ ചുഴറ്റിയെറിയുന്നു എന്നോ അർത്ഥമുള്ള യിരെമ്യാവിനാൽ രചിക്കപ്പെട്ട പുസ്തകമാണ് വലിയ പ്രവാചകന്മാരിൽ 2ാമത്തെ പുസ്തകമായ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. അനാഥോത്തിലെ പുരോഹിതനായ ഹിൽക്കിയാവിന്റെ മകനായിരുന്നു ഈ പ്രവാചകൻ. അനാഥോത്തിലെ പുരോഹിതനായ ഹിൽക്കിയാവിന്റെ മകനായിരുന്നു യിരെമ്യാവ്. അത് നമുക്ക് ഒന്നിൽ കിട്ടുന്നുണ്ട്. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ.
അനാഥോത്തിലെ പുരോഹിതനായ ഹിൽക്കിയാവിന്റെ മകനായിരുന്നു യിരെമ്യാ പ്രവാചകൻ. യെരുശലേമിൽ നിന്ന് കഷ്ടിച്ച് 3 മൈൽ ദൂരത്തുള്ള ബെന്യാമീന്റെ ഭൂപ്രദേശ പട്ടണമായിരുന്നു അനാഥോത്ത്. യെരുശലേമിൽ നിന്ന് കഷ്ടിച്ച് 3 മൈൽ ദൂരത്തുള്ള ബെന്യാമീന്റെ ഭൂപ്രദേശങ്ങളിലെ ഒരു പട്ടണമായിരുന്നു അനാഥോത്ത്. ഈ യിരെമ്യാവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴേ ദൈവത്തോടുള്ള വിശ്വസ്തത നിമിത്തവും ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സന്ദേശമായാലും അറിയിച്ചതുകൊണ്ടും ഒത്തിരി വിമർശനങ്ങളെ നേരിടേണ്ടി വന്ന ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. മനസ്സിലായോ? ദൈവജനത്തെ സംബന്ധിച്ച് നമ്മുടെ ശുശ്രൂഷകൾ ഓടുന്നത് വിമർശനങ്ങളുടെ മുൻപിൽ. എന്തുകൊണ്ടാണ് വിമർശനം നേരിടുന്നത്? കയ്യിലിരിപ്പോണ്ടല്ല. ഇവിടെ യിരെമ്യാവ് വിമർശനം നേരിട്ടത് ദൈവത്തോട് അവൻ എങ്ങനായിരുന്നു? വിശ്വസ്തനായിരുന്നു. അപ്പൊ വിമർശനങ്ങളെ ഭയന്ന് ദൈവസന്നിധിയിൽ നമ്മൾ അവിശ്വസ്തരാകരുത്. നിങ്ങൾ ചിലപ്പോൾ പ്രവാചകിയായിരിക്കാം, പ്രവാചകനായിരിക്കാം, എഴുത്തുകാരനായിരിക്കാം, എഴുത്തുകാരിയായിരിക്കാം, പാട്ടുകാരനായിരിക്കാം, പാട്ടുകാരിയായിരിക്കാം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഏത് താലന്തിലും നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. വിമർശനങ്ങൾ ഉണ്ടാകും. എത്ര നല്ല പാട്ട് പാടിയാലും പാട്ടിനകത്ത് ഒരു കുറ്റവും പറയാൻ പറ്റിയില്ലെങ്കിൽ അവര് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ ഒരു കുറ്റം കണ്ടെത്തും. ഓ, ആ ചുരിദാർ അങ്ങോട്ട് ശരിയായില്ല, അല്ലെങ്കിൽ ആ ഷാൾ ഇട്ടത് ശരിയായില്ല, അല്ലെങ്കിൽ ഇട്ട ഷർട്ട് കൊള്ളത്തില്ലായിരുന്നു, ഇൻസെർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. വിമർശനങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ. നമ്മൾ 4 മണിക്കൂർ 5 മണിക്കൂർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ആ പ്രസംഗം നമ്മൾ പ്രസംഗിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പഴകഞ്ഞം കുടിച്ചിട്ട് വരുന്ന അച്ഛനും അമ്മാമയും പുറയിലത്തെ കസേരയിലിരുന്ന് വിമർശിക്കും. ഇങ്ങനാണോ പ്രസംഗിക്കുന്നേ, ഇങ്ങനാണോ പാടുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓ, എന്നാ പിന്നെ ഞാനിനി പാട്ടും ഇല്ല, പ്രസംഗവും ഇല്ല, ഞാൻ നിർത്തി സാറേ എന്ന് പറഞ്ഞ് ഓടാതെ നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. കാരണം അവൻ നമ്മളെ യോഗ്യത ഉണ്ടായിട്ടല്ല തിരഞ്ഞെടുത്തത്, അല്ലേ? നിങ്ങളുടെ പഠനമുറിയിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഒരു 10 വീട്ടുകാരെ നിങ്ങൾ നോക്കിക്കേ. നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ള, നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ സൗന്ദര്യമുള്ള, നമ്മളെക്കാൾ എല്ലാ രീതിയിലും മുൻപന്തി നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അവരെ ഒന്നും ദൈവം തിരഞ്ഞെടുക്കാതെ ഈ ചൊവ്വാഴ്ച രാത്രി ഏകദേശം ഈ 8:30 സമയത്ത് അവൻ നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിന് തിരഞ്ഞെടുപ്പ് എത്ര വലുതാണല്ലേ? അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം? ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. 2, ജനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത സന്ദേശമായാലും താൻ അറിയിക്കുവാനും. ഇന്നത്തെ സാഹചര്യം അങ്ങനാണോ? ഉദാഹരണത്തിന് ഷാജി സാറുണ്ടല്ലോ, സാറിനെ കുറിച്ച് പറഞ്ഞ കുഴപ്പമില്ല. സാറിന്റെ ഒരു വലിയ ചർച്ച്, 450 കുടുംബമുള്ള ട്രിവാൻഡ്രം സിറ്റിയിലുള്ള വലിയ ചർച്ച്, സ്തോത്രം. വലിയ ഓഡി കാറിലും ബെൻസ് കാറിലൊക്കെ വിശ്വാസികൾ വന്നിറങ്ങുന്ന വലിയ ചർച്ച്. നമ്മുടെ സാറാണെങ്കിൽ 10,000-3000 രൂപയുടെ ലൂയി ഫിലിപ്പ് ഷർട്ടൊക്കെ ഇട്ട് ആടി പൊളിയായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ ക്ഷണിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ക്ഷണിക്കുമ്പോൾ ഞാൻ എങ്ങനെ വേണം ചെല്ലാൻ? ആ ജനത്തിന് പ്രയോജനപ്പെടുന്ന, ജനത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസംഗിക്കണം. എന്നാലേ തിരിച്ചു പോരാൻ നേരത്ത് സാർ എനിക്ക് ഗൂഗിൾ പേട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഒരു കവർ തരത്തുള്ളൂ, അല്ലേ? എനിക്ക് മാന്യമായിട്ടൊരു കവർ തരത്തുള്ളൂ. അങ്ങനെ കവർ ലഭിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അതുകൊണ്ടാണ് നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്നത് കർണരസമാകുമാറ് അവർ പ്രസംഗിച്ചു. കേൾക്കുന്ന ജനത്തിന് ഇക്കിളിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ. നമ്മൾ ഇന്ന് ചുറ്റുപാടൊന്ന് കണ്ണോടിച്ച്, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, ഇന്ന് എല്ലാവർക്കും ഇക്കിളിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ മതി. കോമഡി കേട്ട് ചിരിക്കുന്ന പ്രസംഗം മതി, കുറ്റം പറയുന്ന പ്രസംഗങ്ങൾ മതി, അതിന് കൈയടിക്കുന്ന, ആമയം പറയുന്ന
വിശ്വാസികൾ, അവർക്കത് മതി. പക്ഷെ യിരെമ്യാവ് അങ്ങനെ ആയിരുന്നില്ല. ജനത്തിന് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ദൂതായിരുന്നാലും അവനെ ഏൽപ്പിച്ച ദൈവത്തോട് വിശ്വസ്തത കാണിച്ച ആ ദൂത് കൃത്യമായി പറയുമായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങൾ കേൾപ്പിച്ചിരിക്കുന്ന ദൂത് അത് കേൾക്കുന്നവൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും തന്ന ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായി ആ ദൂത് നമ്മൾ പറയുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ കരയുന്ന പ്രവാചികയായി മാറും. ചിലപ്പോൾ ചേറിന്റെ കുഴിക്കകത്ത് നിങ്ങൾ കിടക്കേണ്ടി വരും. പക്ഷേ പേര് വിളിച്ച് പ്രതിഫലം തരുന്നൊരു ദിവസത്തിൽ നിങ്ങൾക്ക് വാടാത്ത കിരീടം കിട്ടും. നമുക്ക് നമ്മുടെ പ്രത്യാശയും അതല്ലേ? സ്വർഗത്തിൽ ചെല്ലുമ്പോ കർത്താവ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ചോദിക്കും, നീ ഏതാടാ കൊച്ചേ എന്ന് ചോദിക്കേണ്ടയാകരുത്. യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവനെ കയറി വരിക എന്ന് പറഞ്ഞ് നമ്മുടെ പേര് പറഞ്ഞ് വിളിക്കണമെങ്കിൽ നാം എങ്ങനെ ആയിരിക്കണം? ദൈവത്തോടുള്ള വിശ്വസ്തത നമ്മൾ പുലർത്തണം. 2, ദൈവം തന്ന ശുശ്രൂഷയോട് നമ്മൾ എന്തായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് എന്താ സംഭവിച്ചതറിയാമോ? യിരെമ്യാവിന്റെ കാലഘട്ടത്തിൽ യിരെമ്യാവിന് സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സമയം താൻ ഏകാന്തതയിൽ വസിക്കേണ്ടതായിട്ട് വന്നു. കൂടുതൽ സമയവും ചേറ്റുകുഴിക്കകത്ത് കിടക്കേണ്ടി വന്നു. എന്താണ് ആ ശിക്ഷാവിധി എന്നറിയാമോ? വലിയ കുഴിയെടുക്കും, അതിനകത്ത് വെള്ളമൊഴിച്ച് ചേറ് നിറച്ചിട്ടിട്ട് ശിക്ഷിക്കപ്പെടുന്ന ആളെ അരപ്പൊക്കം അല്ലെങ്കിൽ അരവരെ മൂടത്തക്ക രീതിയിൽ ആ ചേറിനകത്ത് ഇറക്കി നിർത്തും. അതിന് നല്ല ആഴം കാണും. അയ്യോ കാലം ഇടയ്ക്ക് അണയ്ക്കാൻ ചേറിലേക്ക് താണു പോയിക്കൊണ്ടേയിരിക്കും. കുറെ കഴിയുമ്പോഴത്തേക്ക് തണുപ്പ് കൊണ്ട് കൈകാലുകൾ മരവിച്ച് ആ വ്യക്തി ചിലപ്പോൾ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ ജനത്തിന് ഇഷ്ടപ്പെടാത്ത ദൂത് പറഞ്ഞതുകൊണ്ട്, ദൈവത്തിൽ വിശ്വസ്തനായതുകൊണ്ട് യിരെമ്യാവ് പലതവണ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെന്ന് നമുക്ക് പ്രവചന പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്കിലും താൻ അവിടേക്ക് ആരായിരുന്നു? വിശ്വസ്തനായിരുന്നു. 2, തന്റെ ശത്രുക്കൾ യിരെമ്യാവിനെ ദുഷിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു. അപകീർത്തിപ്പെടുത്തി. നേരോട് നടക്കുന്ന ഒരു ദൈവവൈതൽ, ദൈവദാസനായിക്കൊള്ള ദൈവദാസി ആയിക്കൊള്ളട്ടെ, അപകീർത്തിപ്പെടുത്തുന്ന വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. ഓ അവനാള് ശരിയല്ല, ഓ അവളാള് ശരിയല്ല. ഈ ഒരു വാക്ക് കേൾക്കാത്തവരാരും ഇന്നില്ല. ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. നമ്മുടെ മുഖത്ത് നോക്കി ആക്ഷേപം വിളിച്ചു പറഞ്ഞാലും, ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും, അപകീർത്തിപ്പെടുത്തിയാലും യിരെമ്യാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് നേടിയെടുക്കണം. കാരണം യിരെമ്യാവ് ഏകാന്തതയിൽ ഇരിക്കുമ്പോഴും ദൈവ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായി. അപ്പോൾ മനസ്സിലായോ? ഗ്രന്ഥ കർത്തൃത്വം നിങ്ങൾക്ക് കിട്ടിയോ? യിരെമ്യാവിനാൽ രചിക്കപ്പെട്ട പുസ്തകം, യിരെമ്യാവിന്റെ വിവിധ പേരിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു. യിരെമ്യാവിന്റെ ശുശ്രൂഷ രീതി നമ്മൾ പഠിച്ചു. ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലവും വിഷയവും ഈ യിരെമ്യാ പ്രവാചക പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിലെ പ്രവചനങ്ങൾ കാലാനുസൃതമായി വന്ന ഒരു ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്. യിരെമ്യാ പ്രവചന പുസ്തകം നമ്മൾ ചരിത്രം പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം പലതും കയറി ഇറങ്ങിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ വടക്കേ രാജ്യം അശൂരിന്റെ കയ്യിൽ അകപ്പെട്ട ശേഷമാണ് യിരെമ്യാവ് യഹൂദയിലെ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. പശ്ചാത്തലം നോക്കിയോ? ഇസ്രായേലിലെ വടക്കേ രാജ്യം അശൂരിന്റെ കയ്യിൽ അകപ്പെട്ട ശേഷമാണ് യിരെമ്യാവ് യഹൂദയിലെ
തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. തന്റെ പ്രവചന കാലഘട്ടത്തിൽ അശൂര്, ബാബിലോൺ, മിസ്രയീം എന്നിങ്ങനെ 3 വശങ്ങളിൽ നിന്നുള്ള ശക്തികളായിരുന്നു യഹൂദയെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ യിരെമ്യാവിന്റെ കാലഘട്ടത്തില് അശൂര്, ബാബിലോൺ, മിസ്രയീം എന്നിങ്ങനെ 3 രാജാക്കന്മാർ 3 വശത്തു നിന്നും ആരെ ഞെരുക്കിക്കൊണ്ടിരുന്നു? യഹൂദയെ ഞെരുക്കിക്കൊണ്ടിരുന്നു. യഹൂദ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോകുമെന്നുള്ള ദൈവിക മുന്നറിയിപ്പ് അനുസരിച്ച് മിസ്രയുമായി യാതൊരു വിധമായ സഖ്യതയും പാടില്ല എന്ന് യിരെമ്യാവ് പ്രവചിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബിലോൺ യഹൂദയെ ആക്രമിക്കാൻ വേണ്ടി വരിക. പ്രവചനം വന്നു. യിരെമ്യാവ് പ്രവചിച്ചു, യഹൂദയെ നിങ്ങൾ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് പ്രവചിച്ചു. ഉടനെ യഹൂദ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈജിപ്തുമായി, മിസ്രയുമായി സഖ്യത പുലർത്താൻ തീരുമാനിച്ചു. എന്നാൽ യിരെമ്യാവ് പ്രവചിച്ചു, നിങ്ങൾ ഒരു കാരണവശാലും ഈജിപ്തുമായി അല്ലെങ്കിൽ മിസ്രൈമുമായി നിങ്ങൾ സഖ്യത പാടില്ല എന്ന് പ്രവചിച്ചു. ആ പ്രവചിച്ചത് കൊണ്ട് യിരെമ്യാവിന് ചെകിടത്ത് അടിയേൽക്കുകയും ചേറുകുഴിക്കകത്ത് കിടക്കേണ്ടതായിട്ടും വന്നു. യഹൂദ തന്റെ പാപനിമിത്തം ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോകുമെന്നും ജനം 70 വർഷം പ്രവാസികളാക്കപ്പെടുമെന്നും ദൈവം യിരെമ്യാവിൽ കൂടെ യഹൂദയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. തന്റെ ദേശക്കാരോട് ഈ വസ്തുത വിളിച്ചറിയിക്കുക എന്നതും ബാബിലോണിന്റെ ശക്തിക്ക് കീഴ്പ്പെടാതിരിക്കാൻ അവരെ ഉപദേശിക്കുക എന്നതും യിരെമ്യാവിന്റെ സ്വാഗതാർഹമല്ലാത്ത ഒരു ദൗത്യമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സുഖകരമല്ലാത്ത ഒരു ദൗത്യം. മനസ്സിലായോ? ദൈവം അരുളപ്പാട് കൊടുത്തു, യഹൂദയുടെ പാപനിമിത്തം നിങ്ങൾ ബാബിലോണിലേക്ക് 70 വർഷത്തെ പ്രവാസത്തിലേക്ക് പോകും എന്ന് ദൂത് കൊടുത്തു. ഈ ദൂതിൽ പെടാതിരിക്കേണ്ടതിന് ഈ യഹൂദ ജനത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ കഠിനമേറിയ ഒരു ദൗത്യമായിരുന്നു യിരെമ്യാവിനുണ്ടായിരുന്നത്. എന്നാൽ യഹൂദ അത് കേട്ടില്ല. അതുകൊണ്ട് അവനെ രാജ്യദ്രോഹി എന്ന് കുറ്റപ്പെടുത്തുകയും അവന്റെ ജീവൻ അപായപ്പെടുത്താനും ശ്രമിച്ചു. യഹൂദ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ വന്ന് ബാബിലോൺ പിടിച്ചുകൊണ്ട് പോകും, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്ത് അവരെ നേരെയാക്കാൻ നോക്കിയപ്പോ അവര് കൊടുത്ത പേരെന്തായിരുന്നു? രാജ്യദ്രോഹി എന്ന പേര്. അത് പറഞ്ഞ് അവനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. യെരുശലേം, അശൂര്, ബാബിലോൺ, മിസ്രൈം എന്ന രാജ്യങ്ങൾക്ക് പൂർണ്ണമായി കീഴടങ്ങുകയും ദേശനിവാസികൾ ഒന്നടങ്കം പിടിക്കപ്പെടുകയും ചെയ്തപ്പോൾ സ്വദേശത്ത് പാർക്കുവാൻ അനുവാദം ലഭിച്ച ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു യിരെമ്യാവ്. ചരിത്രം പറയാം. ബാബിലോൺ വന്നു, ഇവരെ ആക്രമിച്ചു. അതിന് തൊട്ടുപുറകെ അശൂര് കയറി യഹൂദയെ ആക്രമിച്ചു. അതിന് തൊട്ടുപുറകിൽ മിസ്രൈമും കൂടെ യഹൂദയെ ആക്രമിച്ചു. ഈ 3 രാജാക്കന്മാരും 3 വശത്ത് നിന്ന് യഹൂദയെ ആക്രമിച്ച് ജനത്തെ മുഴുവൻ അടിമയാക്കി കൊണ്ടുപോയി. കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ചുപേരെ അവിടെ ആക്കിയിട്ട് പോയി.
യഹൂദയിലാക്കിയിട്ട് പോയി. അങ്ങനെ ആക്കിയിട്ട് പോയവരിൽ ഒരാളായിരുന്നു ആര്? യിരെമ്യാ പ്രവാചകൻ. ആ സമയത്ത് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും മിസ്രൈമിലേക്ക് സഹായത്തിന് വേണ്ടി പോകരുത്, മിസ്രൈമിന്റെ സഹായത്തിന് വേണ്ടി പോകരുത് എന്ന് പ്രവചിച്ചു. എങ്കിലും പ്രവാചകനെ തന്റെ കൂടെയുള്ളവർ മിസ്രൈമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് പ്രവാചകൻ മരിച്ചു. മിസ്രൈമിൽ വെച്ച് പ്രവാചകൻ മരിച്ചു. ബാബിലോണിയ അടിമത്തം പ്രവചിക്കുന്നതോടൊപ്പം 70 വർഷങ്ങൾക്ക് ശേഷം ആ ബാബിലോൺ നഗരത്തിന്റെ തകർച്ചയും പ്രവാചകൻ പ്രവചിച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാമ്രാജ്യത്തിന്റെ തുടക്കവും സാമ്രാജ്യത്തിന്റെ ഒടുക്കവും താൻ പ്രവചിച്ചിരുന്നു. ബാബിലോൺ ഉണ്ടാകുമെന്നും ബാബിലോൺ ശക്തിപ്പെടുമെന്നും ലാസ്റ്റ് ബാബിലോൺ തകരുമെന്നും ആര് പ്രവചിച്ചു? യിരെമ്യാവ് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ 70 വർഷത്തെ പ്രവാസം താൻ വളരെ ശക്തമായി പ്രവചിക്കുവാൻ ഇടയായി. ഇതിന്റെ താക്കോൽ വാക്യം ഏഴാം അധ്യായം 23-24 വാക്യം. 7-ാം അധ്യായം 23-24 വാക്യം. യിരെമ്യാ പ്രവാചക പുസ്തകത്തിലെ താക്കോൽ വാക്യം 7-ാം അധ്യായം 23-24 വാക്യം. ഇതിനകത്ത് മർമ്മപ്രധാനമായ വാക്ക്, യിരെമ്യാ പ്രവചനത്തിലെ മർമ്മപ്രധാനമായ അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ വാക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. മടങ്ങി വരിക, മടങ്ങി വരിക. 47 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക എന്ന് 47 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യോശിയാവ്, യഹോവാഹാസ്, യഹോയാക്കീം, യെഹോയാക്കീൻ, സിദക്കിയാവ് എന്നിങ്ങനെ യഹൂദ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു യിരെമ്യാവിന്റെ ശുശ്രൂഷ. ഒന്നുകൂടെ പറയാം. യോശിയാവ്, യഹോവാഹാസ്, യഹോവാഹാസ്, പേരൊക്കെ ഇച്ചിരി പാടാം. യോശിയാവ്, യഹോവാഹാസ്. അടുത്തത് യഹോയാക്കീം, യഹോയാക്കീം, യാക്കീം, കിം. അടുത്തത് യഹോയാക്കീൻ, യഹോയാക്കീൻ, സിദക്കിയാവ്. എന്നീ രാജാക്കന്മാരുടെ യഹൂദ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു യിരെമ്യാവ് ശുശ്രൂഷിച്ചത്. സെഫന്യ പ്രവാചകൻ യിരെമ്യാവിന്റെ മുൻഗാമിയായിരുന്നു. സെഫന്യ പ്രവാചകൻ യിരെമ്യാവിന്റെ മുൻഗാമിയായിരുന്നു. അപ്പോൾ തന്നെ ഹബക്കുക്ക് പ്രവാചകൻ യിരെമ്യാവിന്റെ സമകാലികനായിരുന്നു. എന്താ സമകാലികൻ എന്ന് പറഞ്ഞാൽ? ഒരേ സമയത്ത് ശുശ്രൂഷിച്ചിരുന്നവർ. ഹബക്കുക്കും യിരെമ്യാവും ഒരേ കാലഘട്ടത്തിൽ ശുശ്രൂഷിച്ചിരുന്നവരും. സെഫന്യാവ് യിരെമ്യാവിന് മുൻപ് പ്രവചിച്ചിരുന്നവരുമായ ശുശ്രൂഷിച്ചിരുന്ന ആളായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു, ഇത് ആർക്ക് വേണ്ടിയാണ്?
യഹൂദന്മാർക്ക് വേണ്ടി, യഹൂദയ്ക്ക് വേണ്ടി, യഹൂദന്മാരെന്നല്ല യഹൂദയ്ക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ എന്നും യഹൂദ എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടല്ലോ. അതിൽ യഹൂദയ്ക്ക് വേണ്ടി പ്രവചിച്ചിരുന്ന പ്രവാചകൻ. താക്കോൽ വാക്ക് ഏതായിരുന്നു? മടങ്ങി വരിക എന്നതാണ്. അത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 47 തവണ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ ഉള്ളടക്കം, ടൈറ്റിൽ എഴുതിക്കൊള്ളുക, ഉള്ളടക്കം. നമുക്ക് ചാപ്റ്റർ വൈസ് നമുക്ക് ചിന്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എല്ലാ അധ്യായങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഉള്ളടക്കം എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ അതൊരു 2-3 നോട്ട് റെഫർ ചെയ്തിട്ട് എല്ലാ അധ്യായങ്ങളിൽ കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. കാരണം നമുക്ക് പ്രത്യേക സമയമില്ല. ഓരോ അധ്യായം നമ്മൾ ബൈബിൾ കോളേജുകളിൽ പഠിക്കുന്നത് പോലെ ഓരോ അധ്യായം ചാപ്റ്റർ വൈസ് നമുക്ക് പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഓരോ അധ്യായങ്ങളിലും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ നോക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ എന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ഉള്ളടക്കം നോക്ക് മനസ്സിലാക്കാൻ കഴിയും. 4-ാം അധ്യായത്തിൽ ഇന്നതാണ് സബ്ജക്റ്റ് എന്ന് നമുക്ക് ആ രീതിയിലാണ് ഞാൻ ഈ നോട്ട് നിങ്ങൾക്കൂടെ പ്രിപ്പയർ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളടക്കം ഇച്ചിരി ലോങ് ആണ്. നമ്മൾ യെശയ്യാവിൽ എഴുതിയതുപോലെ ഇച്ചിരി ലോങ് ആണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ അതേപോലെ പഠിച്ചെഴുതണം എന്ന് ഞാൻ പറയുന്നില്ല, ക്രമേണ നമുക്ക് വരുത്താം. ഓക്കെ, ഒന്ന് റോമൻ ലെറ്റർ 1 ഉള്ളടക്കം എഴുതിയോ? ഉള്ളടക്കം ഒന്ന് ടൈറ്റിൽ എഴുതിയോ? എഴുതിയെങ്കിൽ റോമൻ ലെറ്റർ 1 ഇരമ്യാ പ്രവാചകന്റെ നിയമനവും ദൗത്യവും. അധ്യായം 1 ഇരമ്യാ പ്രവാചകന്റെ നിയമനവും ദൗത്യവും. ഇരമ്യാ പ്രവാചകന്റെ നിയമനവും ദൗത്യവും, അധ്യായം 1. ഇനി റോമൻ ലെറ്റർ 2 അധ്യായം 2 മുതൽ 10 വരെ ഇരമ്യാവിന്റെ പരസ്യ ശുശ്രൂഷ. അധ്യായം 2-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ ഇരമ്യാവിന്റെ പരസ്യ ശുശ്രൂഷ. അതിൽ നമുക്ക് ചില വേർതിരിവുകളുണ്ട്, തരം തിരിച്ചെഴുതണം. റോമൻ ലെറ്റർ 2 ഇട്ടിട്ട് നമ്മൾ എഴുതിയ അധ്യായം 2 മുതൽ 10 വരെ ഇരമ്യാവിന്റെ പരസ്യ ശുശ്രൂഷ. അതിനകത്ത് സബ്ബായിട്ട് തിരികെയാണ്. 2-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 5 വരെ, 3-ന്റെ 5 2-ന്റെ 1 മുതൽ 3-ന്റെ 5 വരെ യഹൂദയുടെ മനഃപൂർവമായ ദൈവനിന്ദയ്ക്കെതിരെയുള്ള പ്രസംഗം. യഹൂദയുടെ മനഃപൂർവമായ ദൈവനിന്ദയ്ക്കെതിരെയുള്ള പ്രസംഗം. 2-ന്റെ 1 മുതൽ 3-ന്റെ 5 വരെ യഹൂദയുടെ മനഃപൂർവമായ ദൈവനിന്ദയ്ക്കെതിരെയുള്ള പ്രസംഗം. അപ്പൊ ഈ യഹൂദ ദൈവത്തെ മനഃപൂർവ്വം നിന്ദിച്ചതായിട്ടാണ് നമുക്ക് 2-ന്റെ 1 മുതൽ 3-ന്റെ 5 വരെ വായിക്കും മനസ്സിലാക്കുന്നത്. അബദ്ധത്തിൽ പറ്റിയതൊന്നുമല്ല, മനഃപൂർവ്വം ദൈവത്തിന്റെ വാക്യത്വങ്ങളെ മറക്കുകയും അത് നിന്ദിക്കുകയും ചെയ്തു. നമ്മൾ യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിച്ചു, ദൈവജനത്തിന് ശാപം വരെയുള്ള കാരണം എന്താ? അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീഞ്ഞുകൂടിയായിരുന്നു. നാട്ടുഭാഷ പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവന്മാര് വെള്ളവാടിയാ. പിള്ളേർ വിളിക്കുന്ന പോലെ പാമ്പായിട്ടായിരിക്കും ഇവന്മാർ നടക്കുന്നത്. ദൈവത്തിന് വാക്തത്വം കൊടുത്തിട്ടുണ്ട്, നീ മത്ത് കുടിക്കുന്ന രീതി എന്ത് ചെയ്യരുത്, കുടിക്കരുത്. ഇവൻ അതെല്ലാം കാറ്റിൽ പറത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം കുടിക്കുന്നവരെ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ച് നടക്കുന്നു. ഇവിടെ യഹൂദ ചെയ്ത് നോക്കിക്കോ, 2-ന്റെ 1 മുതൽ
3-5 വരെ യഹൂദയുടെ മനഃപൂർവമായ നിന്ദയ്ക്കെതിരെയുള്ള പ്രസംഗം. ബി 3-6 മുതൽ 6-30 വരെ 3-6 മുതൽ 6-30 വരെ അനുതാപത്തിൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന യഹൂദയുടെ ഭാവി. അനുതാപത്തിൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന യഹൂദയുടെ ഭാവി. അതിൽ ഒന്ന് ബി പോയിന്റിലെ സബ് 1 3-6 മുതൽ 18 വരെ കഴിഞ്ഞ കാല പാപവും ഭാവി മഹത്വവും. കഴിഞ്ഞ കാല പാപവും ഭാവി മഹത്വവും. 3-6 മുതൽ 18 വരെ കഴിഞ്ഞ കാല പാപവും ഭാവി മഹത്വവും. 2 3-19 മുതൽ 4-4 വരെ അനുതാപത്തിന്റെ ആവശ്യകത. തെറ്റ് ചെയ്താൽ അനുതപിക്കണോ? എന്തിനാണ് അനുതപിക്കുന്നത്? അതിന്റെ ആവശ്യം എന്ത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 3-19 മുതൽ 4-4 വരെ അനുതാപത്തിന്റെ ആവശ്യകത. 3 4-5 മുതൽ 31 വരെ വടക്ക് നിന്നുള്ള ന്യായവിധിയുടേതായ ക്ലേശങ്ങൾ. വടക്ക് നിന്നുള്ള ന്യായവിധിയുടേതായ ക്ലേശങ്ങൾ. കിട്ടിയോ? 4-5 മുതൽ 31 വരെ വടക്ക് നിന്നുള്ള ന്യായവിധിയുടേതായ ക്ലേശങ്ങൾ. 4 അധ്യായം 5 ന്യായം വിധിക്കപ്പെടേണ്ടതായ യഹൂദയുടെ പാപങ്ങൾ. ന്യായം വിധിക്കപ്പെടേണ്ടതായ യഹൂദയുടെ പാപങ്ങൾ. അധ്യായം 5 ന്യായം വിധിക്കപ്പെടേണ്ടതായ യഹൂദയുടെ പാപങ്ങൾ. 5 അധ്യായം 6 യെരുശലേമിന്റെ അധഃപതനത്തിനെ കുറിച്ചുള്ള പ്രവചനം. യെരുശലേമിന്റെ അധഃപതനത്തെ കുറിച്ചുള്ള പ്രവചനം. അധ്യായം 6 യെരുശലേമിന്റെ അധഃപതനത്തെ കുറിച്ചുള്ള പ്രവചനം. നമുക്ക് അവിടെ കൊണ്ട് ഇന്ന് നിർത്താം. അപ്പൊ നമ്മൾ ഈ ഉള്ളടക്കം പഠിക്കുമ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞു, ഓരോ അധ്യായങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ